ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. പണ്ടൊക്കെ കടകളിൽ നിന്ന് സോയ ചങ്ക്സ് വാങ്ങിക്കുന്ന സമയത്ത് കടക്കാരൻ പറയാറുണ്ടായിരുന്നു, ബീഫിൻ്റെ അതേ ടേസ്റ്റാണ്, ഇതൊരു പാക്ക് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സോയ ചങ്ക്സ് ബീഫിൻ്റെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടോ എന്നൊന്ന് പറയണേ. അപ്പോൾ നമുക്കിത് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ സോയ ചങ്ക്സ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് പൊരിച്ചു കൊടുത്താലൊന്നും എല്ലാവർക്കും ഇഷ്ടമാവാറില്ല. ഇത് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായതാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് സോയ ചങ്ക്സ് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 4 മിനിറ്റ് തിളപ്പിച്ച് ഊറ്റിയെടുത്ത ശേഷം അതിലെ വെള്ളമൊക്കെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഇവിടെ മസാലപ്പൊടികളൊക്കെ തേച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഈ ഒരു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോയ ചങ്ക്സ് നന്നായിട്ട് തന്നെ എണ്ണ പിടിക്കും. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലൊന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. 1 സവോള മതിയാവും. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം 1/2 ടീസ്പൂൺ വീതമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് കഴിക്കാനായതുകൊണ്ട് മുളക് പൊടി ഞാൻ വളരെ കുറവേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്ത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സോയ ചങ്ക്സിലേക്ക് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. ഈ ഒരു മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഈ ഒരു മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാലപ്പൊടികളും ഉള്ളിയും തക്കാളിയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ എല്ലാം കൂടെ മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുമ്പ് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പിയാണിത്. അതുപോലെ നിങ്ങൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കാറുള്ളതെന്ന് കമൻറ്റിലൊന്ന് അറിയിക്കണേ. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എരിവൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീട്ടിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്